തെരുവുനായ പ്രശ്നത്തിൽ സത്യവാങ്മൂലം നൽകാത്ത ചീഫ് സെക്രട്ടറിമാർ സുപ്രീം കോടതിയിൽ ഹാജരാകണം. തെലങ്കാനയും ബംഗാളും ഒഴികെയുള്ള ചീഫ് സെക്രട്ടറിമാരാണ് ഹാജരാകേണ്ടത്. അടുത്ത മാസം 3-നാണ് ഹാജരാകേണ്ടത്. സംസ്ഥാനങ്ങൾ അലംഭാവം കാണിക്കുന്നുവെന്ന് കോടതിക്ക് വ്യക്തമായതോടെയാണ് അസാധാരണ നടപടി. ഡി ധനസുമോദ് വിവരങ്ങളുമായി ചേരുന്നു. സുമോദ്, ഈ കേസിൽ കേരളം വളരെ സുപ്രധാനമായ കൺസേൺ ഉള്ളൊരു സംസ്ഥാനമാണ്. കേരളവും സത്യവാങ്മൂലം നൽകിയിട്ടില്ലേ? കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് സത്യവാങ്മൂലം നൽകാതിരിക്കുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് സത്യവാങ്മൂലം നൽകുന്നത് എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. കാര്യം ഡൽഹിയിലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കൃത്യമായി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ബംഗാൾ, തെലങ്കാന ഈ 2 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി നേരത്തെ 3-അംഗ ബെഞ്ചിലേക്ക് മാറ്റിയപ്പോൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ABC ചട്ടങ്ങൾ ഏതൊക്കെ പ്രകാരമാണ് ഓരോ സംസ്ഥാനങ്ങളും നടപ്പാക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ തെരുവ് നായ്ക്കളുടെ ജനന നിയന്ത്രണ സംവിധാനങ്ങൾ നടപ്പാക്കുന്നത്. ഇതൊരു രാജ്യവ്യാപകമായി ഒരു കൃത്യമായ ഒരു ഇൻഫർമേഷൻ സുപ്രീം കോടതിക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കേസിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. കാര്യം സുപ്രീം കോടതി തന്നെ നേരിട്ട് എടുത്ത കേസാണിത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന 1-ാം പേജിലെ തലക്കെട്ടിൽ തന്നെ നഗരം വേട്ടയാടപ്പെടുന്നു, കുട്ടികൾ വലിയ വില കൊടുക്കപ്പെടുന്നു എന്ന തരത്തിൽ ഇവിടെ നിരന്തരം തെരുവുനായ പ്രശ്നങ്ങൾ, കുട്ടികളെ കടിച്ചു കീറുന്നു, കുട്ടികൾ ഈ തെരുവുനായകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി നേരിട്ട് കേസെടുത്തത്. നേരിട്ട് കേസെടുത്തപ്പോൾ തന്നെ മറ്റൊരു ബെഞ്ച്, 2-അംഗ ബെഞ്ച് തന്നെ ഈ തെരുവുനായകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 3-അംഗ ബെഞ്ചിലേക്ക് സുപ്രീം കോടതി മാറ്റിയത്. ഈ ദീപാവലി അവധിക്ക് ശേഷം തുറന്ന ആദ്യ ദിവസം തന്നെ ഈ കേസ് എടുക്കും എന്നുള്ളൊരു കാര്യം കൃത്യമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ പല സംസ്ഥാനങ്ങളുടെയും അഭിഭാഷകർ പോലും ഹാജരായിരുന്നില്ല. ഇത് വല്ലാത്തൊരു നാണക്കേടാണ്, വലിയ തരത്തിലുള്ള ഒരു അലംഭാവമാണ് ഈ വിഷയത്തിൽ കാണിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ സത്യവാങ്മൂലം സമർപ്പിക്കാത്ത